Hey everyone, this is Shweta. My name is Inder and welcome to our Channel. It's time for Waza 2. Let's watch it. Papadam. Also want it. Tane. തിയേറ്ററിൽ ചുടക്കുണ്ടാക്കി നടന്നില്ല അപ്പഴത്തിന് ആരോഗ്യൊന്നുമില്ല. എല്ലായിടത്തും ഉണ്ടല്ലോ. വെയിറ്റ് ഫോർ ഈച്ച് ദർ. ഷൈന നീ ഉണ്ടാക്കാനിട്ട് റൊമാൻറ്റിക് നോക്കില്ല, ഞാൻ കുത്തി തരും. പോകുമ്പോ കുറച്ച് പാറ ഞാൻ പൊതിഞ്ഞ കേട്ടാ. ഓഫറിന് കൊടുക്കോ നീ? എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ കൊടുക്കും. അതുപോലെ നീ ആറാ ഒരഭിപ്രായം Oh. നീ എന്തിനാണ് അവന്മാര് പപ്പടം കൊടുക്കുന്ന? അത് പപ്പടം തടയുന്ന നീ ആറാ എന്റെ മകളെ മര്യാദ പഠിപ്പിക്കാൻ. എന്തെങ്കിലും ഒരു ഹിന്റ് തരായിരുന്നു. Gaya. റിയാ, പപ്പടം കഴിയാ. माँ कसम brother-in-law. അടിയനൂടെ കഴിക്കേ. मार खाएगा ये मेरे को लग रहा है. തേങ്ങി പറയണ്ട. എനിക്ക് അറിഞ്ഞിട്ട് ഞാൻ അടിച്ചത് എന്നെ അടിച്ച പോലെ. मारा इसने इसको. ഞാൻ അടിച്ചായ കുഴപ്പം. അവന്മാരെ എന്നെ അടിച്ചത് നീ എവിടെയായിരുന്നു? കണ്ണൂത്തോണ്ടിരുന്നാ? വീട്ടിൽ ആകെ കൂടി സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരാൾ ഇക്കയാണ്. അങ്ങനെ നീ കൈവച്ചത്. ഇത് നമ്മുടെ കാര്യത്തിന് സമയത്ത് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ഇക്കയാണെന്ന് ഞാൻ അറിയാനാണ്. അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞ് കോള് വന്നടാ. ഗവൺമെന്റ് ഹോസ്പിറ്റലാന്ന് പറഞ്ഞ. നീ ഒന്ന് പോയി നോക്കൂ. ഞാൻ പോ. ഹാഷിര എവിടെ പോവാ? ഞാൻ വിളിക്കാം. ഹാഷിര എവിടെ പോവാ നീ? ഹാഷിര ഈ ലിവർ സിറോസിസ് വരാൻ വേണ്ടി പുള്ളിക്കാരൻ അത്ര വലിയ അടിയൊന്നും ഇല്ലല്ലോ. Liver issue. ചെറുക്കൻ യുകെയിലൊന്നുമല്ലേ? അവനോട് ചോദിക്കണം. സീരിയസ് ആണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് അറിയിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഹലോ, അച്ഛനെങ്ങനെയുണ്ടാ? അച്ഛനെ കണ്ട അച്ഛനോട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. ഒരു കുഴപ്പമില്ല. എടാ ഫോണൊന്നും കൊടുക്കോടാ, എനിക്ക് അച്ഛൻ്റെ അടുത്തൊന്ന് സംസാരിക്കണം. എടാ ഫോണൊന്നും അകത്ത് കൊടുക്കാൻ പറ്റില്ല. അവിടെ അകത്ത് ഡോക്ടർ നിൽക്കുക, ഞാൻ വെളിയില്ല. अरे बाबा. ഇപ്പൊ വിളിക്കുന്നില്ല. വിളിക്കണോ? നീ സമാധാനമായിട്ടില്ലേ? ആ ശരി. उसका पापा स्वीट था वो. हाँ. വിനുവിന്റെ കൂട്ടുകാരാ? അതെ ആശാ, ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ലാന്നാണ് ഡോക്ടർ പറയണത്. ആളുടെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണ്. ഒന്ന് വേണം, ഒരു അത്യാവശ്യമുണ്ട്. അത്യാവശ്യമായിട്ട് പുറത്തേക്ക്. अभी घर पे क्या हुआ? ബ്രോ, ഞാൻ ഇപ്പൊ വരാം. നിങ്ങളോട് കാണത്തില്ല. കാണും പോയിട്ട്. अरे रे, सब बैक टू बैक हो रहा है. നീ എവിടാ? ഞാൻ കുറച്ച് തിരക്കില്ല, കാര്യം പറ. എനിക്ക് ബൈക്കൊന്നും ഒരു ആവശ്യമുണ്ട്.
അത്യാവശ്യമാണ് എന്റെ കുറച്ച് ആ വണ്ടി അത് ഇരിക്കുന്നത് വേണം. എന്തോ അത്യാവശ്യം ഹലോ अरे कुछ उसको फंसा ना दे कोई। क्या सीन है? അതെ അതൊന്നും വേണ്ട, ചെറിയൊരു ചതവേ ഉള്ളൂ, കുഴപ്പം ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട മോനെ കഷ്ടായി ഒന്നേ എല്ലാവരും പറയട്ടെ. എടാ ഷിയാസൊക്കെ പറഞ്ഞു വിടണമെന്നല്ല, ഞങ്ങൾ വരുന്ന വഴിക്ക് നാഷിദ് ആ മോങ്കോട്ടിനോടൊന്ന് കറങ്ങുന്നുണ്ട്. അത് ചോദിക്കാൻ ചെന്നപ്പോഴത്തേക്കും അവൻ അങ്ങനെ പിടിച്ച് തള്ളിയിട്ടാണ്. അയ്യ മോങ്കോട്ടിനാ? മോങ്കോട്ടിനല്ല, നിന്റെ അനിയൻ നാഷിദ്. പല തവണയായിട്ട് നിന്റെ അനിയനെ ഞാൻ ആ മോങ്കോട്ടിനോട് കണ്ടു. उनकी कोई लड़के लोग नहीं, अकेला संभाल रहा है ना सब दोस्त എനിക്ക് വൈകുന്നുള്ള ഒരു ആവശ്യമുണ്ട്. അത്യാവശ്യമാണ് എന്നെ കുറച്ച് ആ വണ്ടി അത് ഇരിക്കുന്നത് വേണം. Oh damn। गया, ये मारेगा उसको। എന്താ ഇത്? ആരെയും കണ്ടില്ല. ഉപദേശിക്കാൻ പറ്റിയ ഒരാള് ആദ്യം നീ തന്നാ എന്തിനു ഉപദേശിക്കാൻ പാടാ? अरे ഇത് ഉപയോഗിക്കുമ്പോ കിട്ടുന്ന ഹയ്യടാ പിന്നെ ഉപയോഗിക്കണം തോന്നും. അപ്പൊ അഡിക്ഷനാവും. പിന്നെ ശരീര മനസ്സ് മാത്രമല്ല അവസാനം കിളിയും പോയി പരസ്പര ബന്ധു രണ്ട് പിച്ചും പേയും പറഞ്ഞു നടക്കും. സ്വന്തം അനുഭവം കൊണ്ട് പറയുന്നേ. കൂടെ പോകുന്നവരൊക്കെ പോവും. അവസാനം പുറത്തിറങ്ങാൻ കറങ്ങിയിരിക്കാനൊക്കെ വേറെ ആരും കാണത്തില്ല. अरे എന്താ സാറേ? എന്റെ വണ്ടി അവളോ? എന്താ സാറേ, എന്താ പ്രശ്നം? എന്നെ മുന്നേ ഇറങ്ങിയേ. वो पकड़ जाएगा ना, वो छोटा सा पूरी लाया। എന്താ പ്രശ്നം? എന്താണെന്ന് പറയുന്നത്? എന്റെ കമ്പനിക്കാരെ പൊക്കിയിട്ടുണ്ട്. ആരുടെയാണ് ഇത്? कुत्ते नाम मिलेगा। എന്റെ സാറേ उसका लाइफ बर्बाद अभी, वो जा भी नहीं सकता। वो बहुत हैंडल कर रहा था यार सबको। സിനിമ ഒരു ദിവസം വിലയോടെ കിട്ടും. അപ്പൊ ശശിനാമെന്ന് പറഞ്ഞിട്ടുവാ ഇപ്പൊ കൊണ്ടേക്കോ. ശരി സാറേ കാണാം. ഓ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് തന്നെയാ വരുന്നത്. ഞങ്ങൾ അവിടെ ഇറങ്ങി. बॉडी इज इन द हॉस्पिटल। കുഴപ്പമൊന്നുമില്ല. വിളിച്ചു പറഞ്ഞു അവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ. ഇപ്പൊ എത്തി. എനിക്കത് കേൾക്കണ്ട. എനിക്കെന്റെ അച്ഛനെ വേണം. എനിക്കെന്റെ അച്ഛനെ വേണോടാ. മോനെ ഫോണിൽ
അതെന്റെ വാപ്പയാണ്. മോനെ എപ്പോഴത്തേക്ക് വരുന്നേ? ഞാൻ വരുന്നില്ല വാപ്പ. എനിക്ക് എന്റെ അച്ഛന്റെ ചിരിച്ച മുഖം മാത്രമേ ഓർമ്മയുള്ളൂ. കാണാൻ ഞാൻ വരുന്നില്ല. तो वही अंकल है ना? ചേട്ടാ പയ്യൻ വരുന്നില്ല, പിന്നെ നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കണം. എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ല ഈ കർമ്മങ്ങൾക്ക് പിന്നെ ആര് ചെയ്യും? ഈ ഇരിക്കുന്നത് അവന്റെ കൂട്ടുകാരനല്ലേ, അവനെ കൊണ്ട് ചെയ്യും. അവനും മോനെ പോലെയല്ലേ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. അതിനാ പയ്യൻ വരല്ലേ. എടാ വീട്ടുകാർക്കില്ലാത്ത പ്രശ്നം പിന്നെ തനിക്കെന്തിനാ മെമ്പർ? അല്ലതല്ലേ അതിലേക്ക് പറയുന്നത്. മോന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഉമ്മയാണിയര്. അനിയനുമായി വഴക്കൊന്നും ഇട്ടേക്കല് കേട്ടോ. ഞങ്ങള് തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. ഓരോ പ്രായത്തിലും ഓരോ കാരണങ്ങൾ പറഞ്ഞായിരുന്നു വഴക്ക്. ചെറുതില് ചെറിയ ഓരോ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു വഴക്ക്. സ്വത്തിന്റെയൊക്കെ പേരിലായി. സംസാരിച്ച തീരാവുന്ന പ്രശ്നമുള്ളായിരുന്നു ഞങ്ങൾ തമ്മില്. എപ്പോഴേലും സംസാരിച്ച് തീർക്കണമെന്നും വിചാരിച്ചിരുന്നു. പക്ഷെ വാശി അതെനിക്കായിരുന്നു. അവൻ ഇങ്ങനെ അങ്ങിട്ടേച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ തോന്നുന്നു Oh man, पूरा मूवी इतना मस्त था ना, मस्ती मजाक स्ट्रगल ना, दिस वाज वेरी इमोशनल. वेरी इमोशनल. बेचारा ही वाज स्टक वेरी बैडली. एक तो उधर उधर उसको चिढ़ा रहे सब, वो फिर उधर उसके भाई के साथ लफड़ा, फिर इधर इसके डैड का, फिर इसका ब्रदर के वो पास हर जगह पे She ना was stuck. he was stuck badly actually. But it was very heavy scene, yaar. And all of the friends are in different direction. पर एटलीस्ट लास्ट में को थोड़ा अच्छा लगा. उसको हमेशा चिल्लाता रहता था उसको, पर ये टाइम उसको हक किया थोड़ा. He needed it, of course. Oof, but this was bad. very Was very heavy. yeah. उसका डैड अच्छा था actually. वो Yeah, fun loving and supportive. He all was always सब कुछ, supportive. Okay, let's see. अभी इसका climax है. Let's wait for it, guys. Meanwhile, take care. Bye bye.